ഞാൻ ഇവിടുന്ന് എങ്ങനെ പോവുക, എനിക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല, ആകെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. സ്നേഹാലയത്തിലെ കുട്ടികൾ ഭക്ഷണക്കാരിയൊക്കെ ലേശം താറുമാറായി നിൽക്കുന്ന സമയമായിരുന്നു അത്. അദ്ദേഹം വിട്ട കാറിലാണ് ഞങ്ങളന്ന് ഇന്ദ്രൻ സേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ചെന്ന് കണ്ട ഉടനെ അവിടെ ബാലു വർഗീസ്, അദ്ദേഹത്തിനെ എല്ലാവർക്കും സുപരിചിതനായ ഒരു നല്ലൊരു നടനാണ്. ബാലു വർഗീസിന് കൊടുത്തുകൊണ്ടാണ് പ്രകാശനം ചെയ്തത്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. അസ്സലാമലൈക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്തേ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ആള് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ലളിതമായ ഒരു സിനിമാ നടൻ മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ അത്രയും ലളിതമായ അല്ലെങ്കിൽ അത്രയും വിനയമുള്ള അഹങ്കാരമില്ലാത്ത ഒരു പാവം മനുഷ്യൻ ഒരുപക്ഷെ ശ്രീ ഇന്ദ്രൻ ചേട്ടനായിരിക്കും. നിലമ്പൂര് സ്നേഹാലയത്തിൻ്റെ ഒരു സന്ദേശവുമായി അല്ലെങ്കിൽ സഹായവുമായി ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി പണ്ട് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ആവശ്യാർത്ഥം പോയപ്പോൾ രണ്ട് കൈയും നീട്ടിയാണ് ആ പാവ മനുഷ്യൻ എന്നെ സ്വീകരിച്ചത്. കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അശരണരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് നിലമ്പൂർ സ്നേഹാലയം സൊസൈറ്റി എന്ന സത്യം അദ്ദേഹം ഉൾക്കൊണ്ടു. ആ കാശില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു നടനായിട്ട് കൂടി അദ്ദേഹം എന്ന് എനിക്ക് 30,000 രൂപയാണ് പാവ മനുഷ്യൻ. ഉണ്ടെങ്കിൽ ഞാൻ 50,000 രൂപ ഞാൻ തരുമായിരുന്നു മോനെ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് 30,000 രൂപ ഒരു സമയത്ത് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ പോയി സമീപിച്ചപ്പോൾ എനിക്ക് തന്നതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇവരൊക്കെ തന്നെ എത്ര സ്നേഹത്തോടെയാണ്, ഒരു അഹങ്കാരമില്ലാത്ത എത്ര ലളിതമായിട്ടാണ് നമ്മളെ കൈകാര്യം ചെയ്തത്. അവർ നമ്മളെ സ്വീകരിച്ചതും സ്നേഹിച്ചതും സഹായിച്ചതും. ആ വിവരം എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, നമ്മൾ സാധാരണ ആളുകളുടെ പണം കൊണ്ട് ഒരു നടൻ ഒരു വലിയ നടനായി മാറിക്കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്നവരാണ് പലതരത്തിലുള്ള നടന്മാരെയും നടിമാരെയും നമ്മൾക്കൊക്കെ അറിയാം. എന്നാൽ അന്നും ഇന്നും പേരും പ്രശസ്തിയും ഒരുപാട് സിനിമയിൽ അവസരവും ഇന്നുമായി അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. കസവത്തട്ടം എന്ന നോവല് എഴുതി പൂർത്തിയാക്കി അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു സാഹിത്യകാരനെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കാം എന്ന് കരുതി ഇരിക്കുന്ന വേളയിലാണ് സാക്ഷാൽ ഇന്ദ്രൻ ഏട്ടൻ എന്നെ വിളിച്ചത്. കാരണം മുഹബത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന ഒരു ഷൂട്ടിംഗ് അതിൻ്റെ ലോഞ്ചിങ് നടക്കുന്നുണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെയുള്ള പ്രമോഷന് എന്നെയും ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ആ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം ഞാൻ സത്യത്തിൽ സൂചിപ്പിച്ചില്ല. എന്നെ വിളിച്ച ആ സന്തോഷത്തിൽ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോവുക, എനിക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല, ആകെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. സ്നേഹാലയത്തിലെ കുട്ടികൾ ഭക്ഷണക്കാരിയൊക്കെ ലേശം താറുമാറായി നിൽക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ എന്തോ എൻ്റെ സംസാരത്തിൽ അത് തോന്നിയതുകൊണ്ടാണോ എന്തെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി നിലമ്പൂർ നമ്മുടെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും നിലമ്പൂർ ഷബീർ ഏന, സജി നിലമ്പൂർ, ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹം വിട്ട കാറിലാണ് ഞങ്ങളന്ന് ഇന്ദ്രൻ സേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ചെന്ന് കണ്ട ഉടനെ അവിടെ ബാലു വർഗീസ്, അദ്ദേഹത്തിനെ എല്ലാവർക്കും സുപരിചിതനായ ഒരു നല്ലൊരു നടനാണ്. അയാൾക്ക് ഒരുപാട് ചാൻസുകളും അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ഒരു നല്ലൊരു നടൻ തന്നെയാണ് ബാലു വർഗീസ്. അപ്പം നിലമ്പൂർ പുതുവാതിയറമ്പളം കൊട്ടാരത്തിൽ നിന്നാണ്, നമ്പൂരിപ്പാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ അവിടുത്തെ ആളുകളൊക്കെ ഇത്രമാത്രം സ്നേഹിച്ചു, സഹായിച്ചു. അവരൊക്കെ ചായ കൊണ്ടുവരുന്നു, അവരുടെ സ്നേഹം. കാരണം നമ്മളൊന്നുമല്ല എന്ന് നമുക്കറിയാം.
പക്ഷേ അവർ ആ ഒരു സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എന്നെ ഒരുപാട് സഹായിച്ചു, സഹകരിച്ചു. എൻ്റെ പുസ്തകം അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ 100ഓളം കോപ്പി പുസ്തകം അദ്ദേഹം അതിലൊരു കോപ്പി എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു ചെറിയൊരു നോവലും കൂടിയാണ്, ഒരു പ്രണയകഥയാണ്, അപ്പോൾ ഈ പുസ്തകം ഒന്ന് അങ്ങ് പ്രകാശനം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പുസ്തകം ഇദ്ദേഹം ബാലു വർഗീസിന് കൊടുത്തുകൊണ്ട്, ശ്രീ ഇന്ദ്രൻസ് ചേട്ടൻ ബാലു വർഗീസിന് കൊടുത്തുകൊണ്ടാണ് പ്രകാശനം ചെയ്തത്. അവിടെ തന്നെ കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തു എൻ്റെ പുസ്തകങ്ങൾ വിറ്റ് കൊടുക്കണമെന്നും എല്ലാവരും ഓരോ കോപ്പി എടുത്ത് സഹായിക്കണമെന്നും ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ നിലമ്പൂർ സ്നേഹാലയത്തേക്ക് ചെറിയൊരു സംഖ്യയും ഒരു കവറിലിട്ടിട്ട് എനിക്ക് തരികയുണ്ടായി. അതാണ് ഇന്ദ്രൻസ് ചേട്ടൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് 2 തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അദ്ദേഹം എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും നല്ലൊരു വിനയമുള്ള നമ്മളെ എന്ന വ്യക്തിയെ, നമ്മൾ പാവപ്പെട്ടവനെ ഉൾക്കൊള്ളുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം, കഷ്ടതയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹാനടൻ അല്ലെങ്കിൽ ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യൻ എന്ന് തന്നെ നമ്മൾക്ക് ഇന്ദ്രൻസ് ചേട്ടനെ വിശേഷിപ്പിക്കാം. കാരണം പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ദേശീയ അവാർഡ് കിട്ടിയതിൻ്റെ ആ ഫോട്ടോസും വാർത്തകളും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതൽ, സ്നേഹാലയത്തിലെ കുട്ടികളോടുള്ള ആ ഒരു സ്നേഹം പറയാതെ അദ്ദേഹം എനിക്കൊരു സംഖ്യ കവറിലിട്ട് തരിക ചെയ്തത്. അങ്ങനെ തൊട്ട് താഴെ അത്രയും ആളുകളെ നിർത്തിക്കൊണ്ട് ആ പരിപാടിൻ്റെ ഇടയിൽ കാർ പോർച്ചിൻ്റെ അവിടേക്ക് വന്ന് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ എഴുതുന്ന 2 പുസ്തകങ്ങളാണ് കൊണ്ടുപോയത്. 2 കഥയാണ് ഞാൻ കൊണ്ടുപോയത്. അത് തിരക്കഥാ രൂപത്തിൽ കൊണ്ടുപോയി അദ്ദേഹം അതൊക്കെ മറിച്ചു നോക്കി. കൊട്ടാരത്തിലെ ബാധ എന്ന ഒരു പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ പ്രേതഭൂത പിശാച് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പ കഥയാണ് ഒന്ന്. അദ്ദേഹത്തിന് ആ കഥയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നുള്ളത് അതിരുദ്രം എന്നൊരു മാന്ത്രിക നോവലാണ്. അങ്ങനെ ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ ഞങ്ങൾ നിശ്ചയിച്ച് ഒരു പുതിയ സിനിമ പിടിക്കാം എന്നുള്ള രീതിയിലാണ് ഷബീർ ഏനയെയും അതുപോലെ തന്നെ സജിയെയും ഇവിടുന്ന് കൊണ്ടുപോയത്. അതിനുവേണ്ട സഹായങ്ങളും അതിനുവേണ്ട സംവിധാനമൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്ന ആ പ്രിയ നിലമ്പൂരിലെ സുഹൃത്തുക്കൾക്ക് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. എനിക്ക് ഇതുപോലൊരു വേദിയിൽ എത്തിപ്പെടാനും, കാരണം അന്ന് എത്തിപ്പെടേണ്ട കാര്യമില്ല, അത്രയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഞാൻ കോഴിക്കോടുണ്ട്, ശ്യാം സുന്ദർ വരികയാണെങ്കിൽ വരൂ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തിൽ സ്നേഹത്തോടെയുള്ള വിളി, അതുകൊണ്ട് വണ്ടി വിടുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രമാണ്. സ്നേഹാലയത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഒരിക്കൽ സ്നേഹാലയത്തിലെ കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ അടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൽ വന്ന ഒരു അനുഭവമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം ഊട്ടിയിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ എന്നെ വിളിച്ചതും നല്ലൊരു അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഒരു ശനിയാഴ്ച ഭക്ഷണം കഴിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അദ്ദേഹം നല്ലൊരു പാട്ട് പാടിക്കൊടുത്തു, നല്ല നാടൻ പാട്ട്. അപ്പോൾ ഈ വ്യക്തി എത്ര ലളിതമായ ഒരു മനുഷ്യനാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരുപാട് സിനിമ അവസരങ്ങളും അദ്ദേഹത്തിന് സമയക്കുറവുണ്ടായിട്ട് പോലും അദ്ദേഹം ആരെയും നിരാശപ്പെടുത്താറില്ല. ഇപ്പം നമ്മുടെ സിനിമാ ലോകത്തുള്ള ആൾക്കാരല്ല, സാധാരണ ആളുകളാണെങ്കിൽ പോലും അദ്ദേഹം ലളിതമായ രീതിയിൽ എപ്പോഴും സിമ്പിളായിട്ടാണ് അദ്ദേഹം നടക്കുക. ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനാണ് ശ്രീ ഇന്ദ്രൻസ്. ആ ദേശീയ അവാർഡ് ജേതാവിൻ്റെ കൂടെ ഒരിത്തിരി സമയം പലപ്പോഴായിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാനും നമ്മുടെ നിലമ്പൂർ സ്നേഹാലയവും എന്നും ആ വലിയ മനുഷ്യനോട് കടപ്പെട്ടിരിക്കും. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും.
എല്ലാവരും ഞങ്ങളെ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം 1000 സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഓഫറുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എന്ത് തന്നെ കിട്ടിയാലും ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ് നിലമ്പൂർ സ്നേഹാലയം. അതിൽ ഭാഗപാത്രാവാൻ, അതിൽ ജനകീയമായിട്ട് തന്നെ ജനപങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ സ്നേഹസാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വീണ്ടും നാളെ കാണുന്നതാണ് പുതിയ വീഡിയോയുമായിട്ട്. താങ്ക് യു. നമസ്തേ.